അങ്ങനെ ഏകദേശം 10-45 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ഇന്ന് നമ്മളെ ബ്ലാക്ക് ഇനോവ ഡെലിവറി ചെയ്യാൻ പോവാണ്. നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ ലുക്ക്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവീലിംഗ് ടൈമും അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇനോവയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വർക്കിന് ശേഷം നമ്മൾ ഇന്നോവ ഇന്ന് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. നമ്മളെ പുതിയ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അതിൻ്റെ കസ്റ്റമേഴ്സും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നമ്മൾ. ഏകദേശം 45 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സമയമെടുത്തു. ഒത്തിരി പാർട്സ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുകൊണ്ടും അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ് ജോബ് ഫിനിഷ് ചെയ്യാനുള്ളത് കൊണ്ടൊക്കെയാണ് അത്രയും ടൈം എടുത്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിവറിക്ക് ശേഷം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കണ്ണൂർ പാനൂരിൽ നിന്ന് നമുക്ക് ഫുൾ റീസ്റ്റോറേഷനും അതേപോലെ തന്നെ ഫുൾ കളർ ചേഞ്ചിങ്ങിനും വേണ്ടിയിട്ട് വന്ന നമ്മുടെ ഇന്നോവയുടെ ഡെലിവറി ടൈമാണ്. നമ്മളെ അർജുൻ ബ്രോയും കംപ്ലീറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. വണ്ടി അവരെ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം കംപ്ലീറ്റ് ഒരു സർപ്രൈസ് പോലെ ചെയ്യാണ്. വണ്ടി ആദ്യം റിവീൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാ റിവീൽ ചെയ്താലോ? ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ റിവീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർ വണ്ടി കണ്ടു. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അർജുൻ ബ്രോ നമ്മളെടുത്ത് വർക്കിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മുന്നേ നമുക്ക് ഈ വണ്ടി ഇവിടെ തരുന്നത്. അത്യാവശ്യം മേജർ ആയിട്ടുള്ള പെയിന്റിംഗ് വർക്കുകൾ, അതായത് കംപ്ലീറ്റ് കളർ ചേഞ്ചിങ്, ഒരു വൈറ്റ് കളറിലുള്ള വണ്ടീനാണ് നമ്മൾ കംപ്ലീറ്റ് കളർ ചേഞ്ച് ചെയ്ത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വാഹനത്തിനായിരുന്നു നമുക്ക് തന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ അത് നമ്മൾ നിലനിർത്തിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് കൂടിയാണ് ഈ അർജുൻ ബ്രോ. അപ്പം ബ്രോ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കുറിച്ചുള്ള നമ്മളെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തൊക്കെയാണ്? എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇതിനും മനോഹരമാക്കാൻ ഉദ്ദേശിച്ചിരുന്നോ? എങ്ങനെയൊക്കെയാണ്? നിങ്ങളെ വീഡിയോ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ ആണല്ലേ? വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ 100% സാറ്റിസ്ഫൈഡ് അല്ലേ നിങ്ങൾ? സാറ്റിസ്ഫൈഡ്. വണ്ടർഫുൾ. ഓക്കെ. ബ്രോ, എന്താ അഭിപ്രായം? നിങ്ങൾ 2-3 തവണ നമ്മളെ കാണാൻ വന്നിരുന്നു. പെയിന്റിംഗ് എല്ലാം നല്ല നീറ്റാണ്. ഇന്റീരിയറും സീറ്റ് വർക്കും കാര്യങ്ങളും അടിപൊളിയാണ്. എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണോ? എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടോ. നിങ്ങളെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് ഒക്കെ കണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നമുക്ക് ഒരുപാട് ദൂരമല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവരെ ദൂരത്തിനെ പറ്റി ബ്രോ പറഞ്ഞു. അതായത് കണ്ണൂർ പാനൂരിൽ നിന്നാണ് നമുക്ക് ഇവര് ഈ വർക്കിന് വേണ്ടിയിട്ട് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വണ്ടി ഒരു മാസം മുന്നേ തന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഒന്നും വേറെ വണ്ടിയുടെ ഗ്യാരേജുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിട്ടല്ല, നമ്മളെ ഈ ഒരു വർക്കിലുള്ള വിശ്വാസം, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിശ്വാസം മാത്രം ഉള്ളത് കൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നതും നമുക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട്, ഇത്രയും വലിയൊരു വർക്കിന് വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചതും. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെല്ലാം ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളെ ഈ സന്തോഷം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തായാലും വണ്ടി ഇവർക്ക് കീ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ നിങ്ങളെ കാണിക്കാം. ഇന്ന് നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യാം. നമുക്ക് ദാനിഷിനെ കിട്ടിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ദാനിഷിന് നമുക്കൊരു കീ ഹാൻഡ് ഓവർ കിട്ടുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ഹാൻഡ് ഓവറിന് ശേഷം ബ്രോ, നമ്മളെ ഷംനാസ് ആണല്ലോ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നത്. നമ്മളെ സെയിൽസ് ടീമിന്റെ ഒരു മുന്നിലുള്ള ആൾ തന്നെയാണ് ഷംനാസ്. അപ്പൊ ഷംനാസിന്റെ ഡീലിങ്ങിനെ കുറിച്ചൊക്കെ അഭിപ്രായം എന്താ? എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയോ? അടിപൊളിയാ, സൂപ്പർ. എല്ലാ കാര്യത്തിലും ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ടൈം എടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് ഫിനിഷ് ചെയ്യുന്ന വർക്കിന്റെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും അത് ഡെലിവർ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന പോസിറ്റീവ് കമന്റ്സ് ആണ്. ഈ ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ പെയിന്റിംഗ് വർക്കുകളും അതേപോലെ തന്നെ അതിന്റെ മുന്നേ നമ്മൾ ചെയ്ത ഡെന്റിങ് വർക്കുകളും ഫിനിഷിംഗ് വർക്കുകളൊക്കെ തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ പറയട്ടെ, എക്സ്റ്റീരിയറിൽ നമുക്ക് വന്ന അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഇന്റീരിയറിലെ ഫിനിഷിംഗ് ജോബുകളിലും നമുക്ക് വന്നിരുന്നു. ഇന്റീരിയറിൽ പറയുകയാണെങ്കിൽ അതിന്റെ ഫ്ലോറിംഗ്, അതിന്റെ സ്റ്റീരിയോ വർക്കുകൾ, സ്പീക്കർ വർക്കുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റവും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഇതിലെ ബക്കറ്റ് സീറ്റ് കൺവേർഷൻ ആണ്. പഴയ സീറ്റിനെ നമ്മൾ കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് നല്ല കുഷ്യൻസും അഡീഷണൽ തൈ സപ്പോർട്ടും ഒക്കെ ആഡ് ചെയ്ത് പക്ക ബക്കറ്റ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ
ഈ ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാ കംഫർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ ആണ്. ആ ഒരു കമന്റും ശരിക്കും കസ്റ്റമേഴ്സ് നമ്മളോട് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടി കാണുമ്പോൾ ഇത്രത്തോളം ഒരു 10-15 വർഷം ഓടി തളർന്ന ഒരു വണ്ടിയാണെന്ന് പറയേയില്ല. പുതിയൊരു വണ്ടി പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് അതിന്റെ ആ ഒരു പുത്തൻ ലുക്കിലേക്ക് വണ്ടീനെ മാറ്റിയെടുത്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്ത ഏറ്റവും നല്ല എലമെന്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എലമെന്റ് ഏതാണെന്നൊന്ന് ജസ്റ്റ് കമന്റ് അടിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇന്നോവ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് വിഷ്വൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൽ നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആ വാഹനത്തിൽ ചെയ്ത വർക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതിന്റെ പെയിന്റിങ്ങിന് എത്ര കോസ്റ്റ് വരും, അതിന്റെ അഡീഷണൽ ആക്സസറീസിന് എത്ര റേറ്റ് വരുന്നുണ്ട്, ബക്കറ്റ് സീറ്റിന്റെ റേറ്റ് ഡീറ്റെയിൽസ് ഇതൊക്കെ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഒക്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.